ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം അമേരിക്കയുടെ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറാൻ്റെ ഉള്ളിലേക്ക് ഇറക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ ഗ്രൗണ്ട് ഫോഴ്സ് മൂവ്മെൻറ്റ് എപ്പോഴും അവരുടെ മെറൈൻ ഫോഴ്സാണ് ആദ്യമായിട്ട് ഇറക്കുന്നത്. നമ്മൾ 1965 വിയറ്റ്നാമിൻ്റെ ആ ഒരു യുദ്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 1965 വിയറ്റ്നാമിലേക്ക് അമേരിക്കയുടെ എയർബോൺ ട്രൂപ്പ് എൻട്രി ആകുമ്പോഴത്തേക്കും അവർ 3500 മെറൈൻ ട്രൂപ്സിനെയാണ് ആദ്യം വിന്യസിച്ചത്. പിന്നീട് അമേരിക്കയുടെ ട്രൂപ്പ് 5,40,000 സോൾജേഴ്സിനെ വിയറ്റ്നാമിലേക്ക് അയച്ചുകൊണ്ട് യുദ്ധം പീക്ക് ലെവലിൽ നടത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലോ അമേരിക്കയ്ക്കുണ്ടായ നഷ്ടം ഏതാണ്ട് 54,000 സോൾജേഴ്സ്, അന്ന് അമേരിക്കയുടെ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ. പക്ഷെ അത് എവിടെയും തന്നെ വാർത്തയായില്ല, അത് ചർച്ചയായില്ല. പകരം അമേരിക്ക വിയറ്റ്നാമിനോട് തോറ്റു എന്നാണ് പാരീസ് അക്കോർഡിൽ സൈൻ ചെയ്ത് 1973 യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ, നീണ്ട 7 വർഷത്തെ ബാറ്റിൽ ഫീൽഡ് അവസാനിച്ചപ്പോൾ പാരീസിൽ അമേരിക്ക തോറ്റു എന്നാണ് വിധി എഴുതപ്പെട്ടത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ലോകം നിർണ്ണയിക്കുന്നതാണ്, അല്ലാതെ ഇത് പാരീസ് ഉടമ്പടിയല്ല ഈ തോൽവിയും വിജയവും നിർണ്ണയിക്കുന്നത്. പക്ഷെ ഇവിടെ ഇറാന്റെ ഉള്ളിൽ യഥാർത്ഥ വിജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഈ മിലിറ്ററി കോമ്പാക്റ്റോ ഈ കൺവെൻഷണൽ വാർ മെത്തേഡോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഫോഴ്സ് ഇറാന്റെ ഉള്ളിൽ ഇറങ്ങി അവിടെ യുദ്ധം ചെയ്ത് വിജയിക്കുന്നതോ അല്ല. ശരിക്കും അവിടെ നാച്ചുറലി ഒരു പ്രതിഷേധം ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നാച്ചുറലി ഒരു പ്രതിഷേധം ഇറാന്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് സ്റ്റുഡൻസ്, അത് വിദ്യാർത്ഥികൾ അടങ്ങുന്ന വരും തലമുറയുടെ ശബ്ദമായിരുന്നു അവിടെ ഉയർന്നു കേട്ടിരുന്നത്. അവിടെയാണ് 32,000 പേരെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ IRGC ഭരണകൂടം, ഈ മതഭരണകൂടം, അവരുടെ മതഭരണകൂടം തന്നെ നിലനിർത്തണം എന്നുള്ള ഒരു വാശിപ്പുറത്ത് ഈ IRGC അവിടെ കാണിക്കുന്ന അതിക്രമങ്ങൾ. അപ്പം അതിനെതിരെയാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അവിടെ രൂപപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക തകർച്ച ഇറാന്റെ ഉള്ളിൽ. ഇതൊക്കെയാണ് IRGC ഭരണകൂടത്തിനെതിരെ അവിടെ പ്രതിഷേധം രൂപപ്പെടാനുള്ള ആക്ച്വൽ റീസൺസ്. ആ പ്രതിഷേധം വീണ്ടും രൂപപ്പെടണം. IRGC റെജിം ആ സ്വമേധയാ ഇറാനിയൻ ജനങ്ങളാൽ IRGC ഭരണകൂടം വീഴ്ത്തപ്പെടണം. എന്നിട്ട് അവിടെ ഒരു പുതിയ ഭരണകൂടം, ഒരു ഡെമോക്രാറ്റിക് ഇലക്ട്രൽ പാനൽ അവിടെ രൂപപ്പെട്ട് ഇലക്ഷനിലൂടെ അവിടെ പുതിയൊരു ഭരണകൂടം, ഡെമോക്രാറ്റിക് ഭരണകൂടം വരണം. എന്നാൽ മാത്രമേ ഇറാന്റെ ഉള്ളിൽ ഇപ്പോൾ തുടങ്ങി വെച്ച ഈ ഒരു യുദ്ധം വിജയത്തിലേക്ക് എത്തുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അമേരിക്കയുടെ ഈ ഗ്രൗണ്ട് ഫോഴ്സിനൊന്നും യാതൊരു പ്രസക്തിയില്ല. പക്ഷെ അവിടെ സംഭവിക്കാൻ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. ഈ വിലയിരുത്തൽ തികച്ചും വിയറ്റ്നാമിൻ്റെ അതേ മാതൃകയിൽ ഇറാൻ ചില പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പദ്ധതികളാണ് നമ്മളിവിടെ നോക്കുന്നത്. 1965 മാർച്ച് 8 ഡനാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് അമേരിക്കൻ മെറൈൻ ട്രൂപ്സ് എൻട്രി ആവുന്നുണ്ട്. അതിലുപരിയായിട്ട് അവരൊരു വില്ലേജിൽ, വിയറ്റ്നാമിലെ മൈലായ് എന്ന് പറഞ്ഞ വില്ലേജാണ്, ഈ മൈലായ് വില്ലേജിലേക്ക് ഈ ചാർലി കമ്പനി എന്ന് പറഞ്ഞ ഈ ട്രൂപ്പിനെ, അമേരിക്കൻ ട്രൂപ്പിനെ, ഏണസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ക്യാപ്റ്റൻ കടത്തിവിടുകയാണ്. വില്ലേജിലേക്ക് പോകൂ, ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അമേരിക്കയ്ക്ക് അറിയാം വളരെ വ്യക്തമായിട്ട്. എന്താണ് അറിയാവുന്നത്? അമേരിക്കയ്ക്ക് അറിയാവുന്നത് അവിടെ വിയറ്റ്നാം ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്കാർ പോലും ആ വില്ലേജിൽ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് അമേരിക്ക ആ മൊമെന്റിൽ ആ മൈലായ് എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് കയറി പോകുന്നത്. അവിടെ കയറി പോയപ്പോൾ അവിടെ അവർക്ക് കിട്ടിയത് ആരൊക്കെയാണ്? സ്ത്രീകളും കുട്ടികളും ഇതുപോലെയുള്ള നിരായുധരായിട്ടുള്ള സാധാരണക്കാർ, സിവിലിയൻസ്. അവരെയും വെറുതെ വിട്ടില്ല. അമേരിക്ക അവരെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം ലോകം നെടുങ്ങുന്ന വാർത്തയായി തന്നെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. പല മാധ്യമങ്ങളിലും അമേരിക്കയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ, അമേരിക്കയുടെ യുദ്ധമുറകളോടുള്ള വിയോജിപ്പ് ലോകം വളരെ വ്യക്തമായിട്ട് തന്നെ പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെ അമേരിക്കൻ പട്ടാളത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. അപ്പം ഈ സാഹചര്യം ഇവിടെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അന്ന് 1965 അപ്പം ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്, മോഡേൺ വാർഫെയർ ആണെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഇറാൻ എടുത്തിരിക്കുന്ന ടാക്ടിക്സ് നമ്മൾ എങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞാൽ, ഇറാന്റെ ഉള്ളിൽ IRGC എന്ന് പറയുന്നത് ആകെ കൂടി തകർന്നടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഏതാണ്ട് 54,000 മുതൽ 58,000 അമേരിക്കൻ സോൾജേഴ്സാണ് അന്ന് വിയറ്റ്നാമിൽ കൊല്ലപ്പെട്ടത്. വിയറ്റ്നാമിലെ ഗൊറില്ല വാർഫെയർ മെത്തേഡൊക്കെ വളരെ ഫേമസ് ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതിപ്പോഴും നോർത്ത് കൊറിയ ഉൾപ്പെടെ ഇതേപോലത്തെ ലെഫ്റ്റിസ്റ്റ് കൺട്രീസ് ഒക്കെ തന്നെ അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർ പലരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ടെഹ്റാൻ ആണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം മാതൃകയിൽ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട്, അഥവാ അമേരിക്ക ഇസ്രായേൽ ട്രൂപ്പുകൾ ഇറാന്റെ ഉള്ളിലേക്ക് ഗ്രൗണ്ട് ഫോഴ്സുമായിട്ട് ഇറങ്ങുന്നുവെങ്കിൽ അവർ വിയറ്റ്നാം മാതൃക
റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് തന്നെയാണ് അവരുടെ യുദ്ധമുറ. അതിൻ്റെ തെളിവാണ് റദ്വാൻ ഫോഴ്സ്, ഹെസ്ബുള്ളയുടെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള റദ്വാൻ ഫോഴ്സ്. അതുപോലെ തന്നെയാണ് അവരുടെ ഈ ടണൽ യുദ്ധമുറ. ഗാസ ഉൾപ്പെടെ, ലെബനാൻ ഉൾപ്പെടെ, സിറിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ടണൽ തുരങ്കങ്ങൾ കുഴിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് യുദ്ധം ചെയ്യുന്ന ഈ ഒരു രീതി. ഇപ്പോഴും ഇറാനെ നോക്കൂ, ഇറാനും ഇതേപോലെ ടണലുകൾ കുഴിച്ചുകൊണ്ട്, കിലോമീറ്ററോളം വിസ്തീർണമുള്ള ടണലുകൾ കുഴിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് മിസൈലും അതേപോലെ സ്റ്റോക്ക് പൈൽസ് ഒക്കെ അവർ സൂക്ഷിക്കുന്നത്. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും ഇവരുടെ അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് കംപ്ലീറ്റ് അടിച്ചൊതുക്കാനുള്ള തീരുമാനത്തിലാണ്, കംപ്ലീറ്റ് അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇവരുടെ പക്കൽ പല കമാൻഡ് യൂണിറ്റുകളിലായിട്ട് മിസൈലുകൾ ഇപ്പോഴും അവരുടെ പക്കലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിലും ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 4 ചെക്ക് പോയിന്റുകളാണ് അമേരിക്ക ഈ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 വാർ ലൊക്കേഷൻസ് ഏതാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഐലൻഡുകളാണ്. 1 കാർഗ് ഐലൻഡ്, 2 കാഷം ഐലൻഡ്, 3 ലാറക് ഐലൻഡ്, 4 ഇഷ്ഫഹാൻ ടണൽ. ഇഷ്ഫഹാൻ ടണൽ പോലത്തെ പല ടണലുകളും ഉണ്ട് ഇറാന്റെ ഉള്ളിൽ. വെനിസുലയിൽ എങ്ങനെയാണ് ഒരു എമർജൻസി ഓപ്പറേഷൻ നടത്തിയത്, ആ മാതൃകയിലുള്ള ഓപ്പറേഷൻ നടത്താനാണ് തീരുമാനം, ഈ ടണലുകൾക്ക് മേലുള്ള ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതേസമയം മറ്റേ 3 ഐലൻഡുകളിലും ഡയറക്റ്റ് ആയിട്ട് മെറൈൻ ട്രൂപ്സിനെ ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാന്റെ IRGCയുടെ ഒരു കമാൻഡർ, റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമാൻഡറാണ്. ഇയാളെ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇതുവരെ ഒഴിവാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. റഹീം നദാലി എന്നാണ് ഇയാളുടെ പേര്. ഈ റഹീം നദാലി 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിയൻ മീഡിയയിലൂടെ ഒരു പ്രസ്താവന പുറത്തിറക്കുന്നുണ്ടായിരുന്നു. ആ പ്രസ്താവനയിൽ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത് 12, 13, 14 വയസ്സുള്ള കുട്ടികളെ IRGCയിലേക്ക് ഹയർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണിത്. ഒരു രാജ്യം അവരുടെ മിലിറ്ററി അത്രത്തോളം വീക്കായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും ഡീപ്പ് ലെവലുള്ള ചെറിയ മൈനർ കുട്ടികളെ ഈ മിലിറ്ററിയിലേക്ക് എടുക്കുന്നത്. അല്ലാതെ ഒരു ആർമിയും ഒരു ലെജിറ്റിമേറ്റ് രാജ്യം ആരും തന്നെ ചെയ്യാത്തൊരു പരിപാടിയാണ് 12 വയസ്സുള്ള കുട്ടികളെ മിലിറ്ററിയിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ആ പ്രവൃത്തി ഇറാൻ ഇപ്പം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അത്രമാത്രം IRGC വീക്കാണ്. IRGC വീക്ക് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പാണ്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ ബസിജി ഫോഴ്സുകൾ നിന്നിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ 12 വയസ്സ് 13 വയസ്സ് കുട്ടികളെ കൊണ്ട് നിർത്തുകയാണ് സെക്യൂരിറ്റി ചെക്ക് പോയിന്റിൽ. ഇപ്പം പലർക്കും യൂണിഫോം ഇല്ല, 12, 13 വയസ്സ് കുട്ടികൾക്ക് പലർക്കും യൂണിഫോം ഇല്ലാതെ സിവിലിയൻ ഡ്രസ്സിൽ അവരുടെ കയ്യിൽ, ഓരോരുത്തരുടെ കയ്യിലും ഒരു കലാഷ്നിക്കോവ് കൊടുത്തിട്ടുണ്ട്. കലാഷ്നിക്കോവ് തോക്ക്, ഇതും പിടിച്ചോണ്ട്, ഈ കലാഷ്നിക്കോവും പിടിച്ചുകൊണ്ട് ഈ കുട്ടികൾ അവിടെ സെക്യൂരിറ്റി ജോലിക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വിഷയമാണ്. 10 ലക്ഷം IRGCക്ക് വേണ്ടി 10 ലക്ഷം ആൾക്കാരെ ഹയർ ചെയ്ത് അമേരിക്കക്കെതിരെ ഗ്രൗണ്ട് ബാറ്റിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10 ലക്ഷം. 100 മീറ്റർ ഗ്യാപ്പിൽ ഒരു ചെക്ക് പോയിന്റ് ഇറാന്റെ ഉള്ളിലുണ്ടാവും. അതിനെ മറികടന്നുകൊണ്ട് മാത്രമേ ഇസ്രായേലിന്റെ ട്രൂപ്പിനും അതേപോലെ തന്നെ അമേരിക്കയുടെ ട്രൂപ്പിനും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതൊരു മിലിറ്ററി സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു നെസസിറ്റിയോ അല്ല. പക്ഷേ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്റ്റേജിംഗ് ആണ്. ഇത് സ്റ്റേജിംഗ് ആണ്, മോബിംഗ് ആണ്. അതാണ് ശരിക്കും IRGC നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഗ്രൗണ്ട് ഫോഴ്സിനെതിരെ, അമേരിക്കൻ ഗ്രൗണ്ട് ഫോഴ്സിനെതിരെ അവർ പയറ്റുന്ന തന്ത്രങ്ങളിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള, അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് ഓഫ് റിറ്റാലിയേഷൻ ആണ്. ഇത് അവർക്ക് വേണ്ടി മാത്രം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻഡ് ആംബിഗ്യൂറ്റിയാണ്. അപ്പം ഇതിനെ മറികടക്കുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. ഇതുവരെ ഇറാന്റെ ഉള്ളിൽ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13,000-ലധികം ബോംബ് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇറാന്റെ മേളിൽ വീണിട്ടുണ്ട്. അമേരിക്കയുടെ സൈഡിൽ നിന്നും ഏതാണ്ട് 5,000-ലധികം IRGC സോൾജേഴ്സ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 70% ഓഫ് മിലിറ്ററി ഇൻഡസ്ട്രി തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട്. നേവൽ ബേസ് ടോട്ടലി കൊലാപ്സ്ഡ് ആണ്. നേവൽ കമാൻഡർ വരെ എലിമിനേറ്റഡ് ആണ്. ചീഫ് നേവൽ കമാൻഡർ, 45 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് കമാൻഡർ ആയിട്ടുള്ള അലിറേസ ടങ്സറി വരെ എലിമിനേറ്റഡ് ആണ്. പല ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇറാന്റെ കമാൻഡ് സെന്ററുകൾ ഫുള്ളി കൊലാപ്സ്ഡ് ആണ്. ഇപ്പൊ ശരിക്കും അവർക്ക് കമാൻഡ് സെന്ററുകൾ ഉണ്ട്. എവിടെയാണ് അവരുടെ കമാൻഡ് സെന്ററുകൾ? അവരുടെ കമാൻഡ് സെന്ററുകൾ ഇപ്പൊ ചലിക്കുന്ന വാഹനങ്ങളിൽ, ട്രക്കുകളിലാണ് അവരുടെ കമാൻഡ് സെന്റേഴ്സ്. ഇപ്പോൾ അങ്ങനെ വളരെ വളരെ പരിമിതപ്പെട്ട ഒരു ഫെസിലിറ്റിയായി മാറിയിരിക്കുകയാണ് IRGC ഇന്ന്. ഇപ്പൊ അവരുടെ പക്കലുള്ളത് വെറും ട്രക്ക് കമാൻഡ് യൂണിറ്റുകളാണ്. ഒരു ട്രക്കുണ്ട്, അതൊരു കമാൻഡ് യൂണിറ്റ് ആണ്. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത്രയേ ഉള്ളൂ. കാരണം അതിൽ കൂടുതൽ കമാൻഡ് യൂണിറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഏരിയ ട്രാക്ക് ചെയ്ത് അവിടെ അറ്റാക്ക് നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് സിംഗിൾ ട്രക്കുകളാണ് ഇപ്പോൾ ഇവരുടെ കമാൻഡ് സെന്റേഴ്സ്. എന്റെ കയ്യിൽ ഒരു 10 മിസൈലുകളുണ്ട്, ഞാൻ ഇസ്രായേലിലേക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും അയച്ചോട്ടെ എന്ന് പറഞ്ഞ് പെർമിഷൻ ചോദിക്കുന്ന ആ മൊമെന്റിൽ തന്നെ ഈ പെർമിഷൻ കൊടുക്കുന്നവനും ആക്രമിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മിസൈൽ വിട്ടതിന് ശേഷം
ഈ ട്രക്കും അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലാണ് ഇറാന്റെ ഉള്ളിൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും. IRGCയുടെ എൻ്റയർ ഡിഫൻസ് ഫോഴ്സ് തന്നെ കൊലാപ്സ് ആയിരിക്കുകയാണ്. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഈ സാഹചര്യത്തിൽ റെജീമിന്റെ കൊലാപ്സ് എത്രമാത്രം നിയർ ബൈ ആണ് എന്നുള്ളതാണ് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം. ആ ചോദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ഉള്ളിൽ IRGC റെജീം ടോട്ടലി ഒരു സ്കെലറ്റൽ സിസ്റ്റമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ടൈമാണ്, ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കാൻ പറ്റിയ ടൈം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവർ ഗ്രൗണ്ട് ഫോഴ്സിനെ അവിടെ ഇറക്കുന്നത്. അമേരിക്കയുടെ 82 എയർബോൺ റെഡി ടു മൂവ് ഇൻ. ഞാൻ പറഞ്ഞ 4 സ്ഥലങ്ങൾ, ഖാർഗ് ഐലൻഡ്, ലറാഖ് ഐലൻഡ്, അതേപോലെ തന്നെ കാഷം ഐലൻഡ്, ഈ 3 ഐലൻഡുകൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ മെറൈൻ ഫോഴ്സുകൾ ആദ്യം ഇറങ്ങുക. അത് കഴിഞ്ഞാൽ തുടരെ ഫോഴ്സ് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. 4 ആഴ്ചത്തെ ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇതേപോലെ അമേരിക്ക പണ്ടും പല ഓപ്പറേഷൻസും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് യുദ്ധം തുടങ്ങാൻ അമേരിക്കയ്ക്ക് നല്ല മിടുക്കാണ്. പല തരത്തിലുള്ള സ്റ്റോറികളും അവർ ക്രിയേറ്റ് ചെയ്യും, അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നറേറ്റ് ചെയ്യും, എന്നിട്ട് ഒരു ഫീസിബിൾ ടൈം ലൈൻ നോക്കി കൃത്യമായിട്ട് അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങും. പക്ഷെ അമേരിക്കയ്ക്ക് ഒരിക്കൽ പോലും എക്സിറ്റ് പ്ലാൻ ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ഇതുവരെ അവർക്ക് ഒരു എക്സിറ്റ് പ്ലാനേ ഇല്ല എന്നുള്ളതാണ്. എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ യുദ്ധത്തിന് ഇറങ്ങുന്നതിന്റെ പരാജയം നമ്മൾ വിയറ്റ്നാമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, അത് അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇറാഖ് വേണമെങ്കിൽ ഒരു പരിധി വരെ അവരെ അടിച്ച് ഒഴിവാക്കി മൊത്തത്തിൽ ആ ഇറാഖിൽ കിടന്ന് വരവിയിട്ട് പിന്നെ മതിയാക്കി അവിടെ നിന്ന് പോയതാണ്. ഇപ്പോഴും ഇറാഖിന്റെ ഉള്ളിൽ അമേരിക്കയുടെ പ്രസൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനെ പോലെയോ വിയറ്റ്നാം പോലെയോ ആയി തീരാനുള്ള സാഹചര്യം ഇറാന്റെ ഉള്ളിൽ വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഇവിടെ IRGC ആണ്. IRGCക്ക് ഉള്ളത് ഇതേ ഗൊറില്ല വാർഫെയർ ടെക്നിക്സ് ആണ്. ഇതേ ഗൊറില്ല വാർഫെയർ ടെക്നിക്സ് ആണ് ഇറാൻ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ വേണമെങ്കിലും നോക്കിക്കോ, ഈ ഐലൻഡുകളുടെ ഉള്ളിൽ, ഈ കാർഗ് ഐലൻഡ് ആയിക്കോട്ടെ, ഈ ലറാഖ് ഐലൻഡ് ആയിക്കോട്ടെ, കാഷം ഐലൻഡ് ആയിക്കോട്ടെ, ഈ ഐലൻഡുകളുടെ ഉള്ളിലൊക്കെ ഉള്ള ചെക്ക് പോയിന്റുകളിൽ 12 മുതൽ 13, 14 വയസ്സുള്ള കുട്ടികളെയാണ് ഈ കലാഷ്നിക്കോവ് തോക്കും കൊടുത്ത് ഇറാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്, ഇതൊരു ഫാക്റ്റ് ആണ്. ഇനിയിപ്പോൾ അമേരിക്കൻ ഭടന്മാർ അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ കാണാൻ പോകുന്നത് ഈ കൊച്ചു പൈതലുകളെ ആയിരിക്കും. അമേരിക്കയുടെ സോൾജേഴ്സ് ഒന്ന് അറയ്ക്കും. ഈ കൊച്ചു ചെറുക്കനെ വെടിവെക്കണോ എന്ന് ചിന്തിക്കുന്ന മൊമെന്റിൽ അമേരിക്കൻ സോൾജേഴ്സിന്റെ മേളിൽ വെടിയുണ്ടകൾ തറച്ചു കയറും. അപ്പൊ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ടൈം പോലും അവിടെ കിട്ടത്തില്ല. ആ സാഹചര്യത്തിൽ അമേരിക്കൻ സോൾജേഴ്സ് ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ കൊച്ചുകുട്ടികളെ, ഈ കലാഷ്നിക്കോവ് തോക്കുമായിട്ട് നിൽക്കുന്ന യുവമാരെ വെടിവെച്ചിടേണ്ടി വരും. സിവിൽ ഡ്രസ്സിൽ നിൽക്കുന്ന ഈ കുട്ടികൾക്ക് നേരെ വെടിവെക്കുമ്പോൾ പിറ്റേ ദിവസം വാർത്തകൾ BBC-യിലായിക്കോട്ടെ, അൽ ജസീറയൊക്കെ ഓൾറെഡി റെഡി ആയിരിക്കുകയാണ്. അൽ ജസീറ റെഡി ടു ക്യാപ്ചർ ദ ഫൂട്ടേജസ്. എന്താണ്? അതായത് അമേരിക്കൻ ഭടന്മാർ ഇത്ര മൃഗീയമായ രീതിയിൽ കൊച്ചുകുട്ടികൾക്ക് നേരെ നിരയൊഴിക്കുന്ന ഈ ഫൂട്ടേജസ് നാളെ അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ പടർന്നു പന്തലിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പടർന്ന് പന്തലിക്കും എന്ന് പറഞ്ഞാൽ അൽ ജസീറ, BBC, CNN ഇതെല്ലാം ഇതുമായിട്ട് ക്യാമറയുമായിട്ട് റെഡി ആയിരിക്കുകയാണ്. അവരിത് ക്യാപ്ചർ ചെയ്ത് ഈ ഫൂട്ടേജുകൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടും ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കും. അമേരിക്കൻ ഭടൻ 12 വയസ്സുള്ള ചെറുപ്പക്കാരനെ വെടിവെക്കുന്ന ചിത്രങ്ങൾ ലോകമെമ്പാടും പടർന്നു പന്തലിക്കും. ഇതൊക്കെ ഈ ലെഫ്റ്റിസ്റ്റ് അജണ്ടയിൽ വരുന്ന കാര്യങ്ങളാണ്. ഗൊറില്ല വാർഫെയറിലും അതേപോലെ തന്നെ ഈ ഐഡിയോളജിക്കൽ തോട്ട് പ്രോസസ്സിലും വരുന്ന കാര്യങ്ങളാണ്. ഗാസയിൽ എന്താണ് സംഭവിച്ചത്? ഇസ്രായേലിനെതിരെ ആ സെയിം മാറ്റർ അവിടെ റിപ്ലിക്കേറ്റ് ചെയ്യും. ഇത് സംഭവിക്കുമ്പോൾ ഇറാൻ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിച്ച അമേരിക്കൻ ജനതയിൽ ഭൂരിഭാഗവും ട്രംപിനെതിരെ തിരിയും. കുട്ടികൾ വെടിയേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്ന ചിത്രങ്ങളും അതിനോടൊപ്പം അമേരിക്കൻ സോൾജേഴ്സ് തോക്കുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങളുമാണ് നാളെ ലോകം കാണാൻ പോകുന്നത്. ഈ ഗ്രൗണ്ട് ഓപ്പറേഷൻ തുടങ്ങി കഴിയുമ്പോൾ ഇത് IRGCയുടെ ഒരു ഡോക്ട്രിനാണ്. ഇതിനെ മൊസൈക് ഡോക്ട്രിൻ എന്ന് വിളിക്കും. ഈ മൊസൈക് ഡോക്ട്രിൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് IRGC മാത്രമാണ്. അതായത് കൺവെൻഷണൽ വാർ മെത്തേഡ് ഉണ്ട്. ഇത് കൺവെൻഷണൽ വാർ മെത്തേഡ് അല്ല, ഇത് അസിമെട്രിക് വാർ മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കും ഇതിനെ. ഈ അസിമെട്രിക് വാർ മെത്തേഡിൽ സിവിലിയൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. സിവിലിയൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ 12 വയസ്സ് 13 വയസ്സ് ആൾക്കാരൊക്കെ ഹയർ ചെയ്യുന്നത്. ഇവരൊക്കെ ഓരോ വീടുകളിലും ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ആരുടെയൊക്കെയോ ചെറുമക്കളാണ്, ആരുടെയൊക്കെയോ മക്കളാണ്. അപ്പോൾ അവരുടെ വീടുകളിൽ നിന്നാണ് ഇവർ വരുന്നത്. ഇവർ ഓരോരുത്തരുടെയും എലിമിനേഷൻ ആ കുടുംബങ്ങളെ വല്ലാതെ ബാധിക്കും. അത് വലിയ രീതിയിൽ അമേരിക്കക്കെതിരെയുള്ള വികാരം ഇറാന്റെ ഉള്ളിലും പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മെത്തേഡ് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. IRGC കൃത്യമായിട്ട് അവർക്ക് വേണ്ടത് എന്താണോ ആ രീതിയിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതായത് അമേരിക്കൻ ഭടന്മാർ എങ്ങനെയാണോ അകത്തോട്ട് പോകുന്നത് അതേ മാതൃകയിൽ അവിടെ നിന്ന് റിട്ടാലിയേഷൻ ഉണ്ടാവില്ല. അവിടെ നിന്നുണ്ടാകാൻ പോകുന്ന റിട്ടാലിയേഷൻ ഇതാണ്. ഈ സിവിലിയൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് അസിമെട്രിക് വാർ മെത്തേഡിലൂടെ ഇമേജ് മാനിപ്പുലേഷൻ ചെയ്യും. അതായത് ഈ യുദ്ധത്തിന്റെ ആ ഒരു ഇമേജ് തന്നെ ടോട്ടലി മാനിപ്പുലേറ്റ് ചെയ്യും, അങ്ങനെ മാറ്റും. അതാണ് ഇറാന്റെ ഗ്രൗണ്ട് ഫോഴ്സ് യുദ്ധതന്ത്രമായ മൊസൈക് ഡിഫൻസ് തന്നെയാണ്. ഇപ്പൊ 2006 നിങ്ങൾ നോക്കൂ. 2006 ഇസ്രായേൽ ലെബനാന്റെ ഉള്ളിലേക്ക് യുദ്ധം നടത്തുകയാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ലെബനാന്റെ ഉള്ളിലേക്ക് യുദ്ധം നടത്തുമ്പോൾ
UN ഇടപെടും, ഫ്രാൻസ് ഇടപെടും. ഫ്രാൻസൊക്കെ അവരിലേക്ക് തന്നെ ആക്രമണം നടത്തുന്ന പോലെ ഫീൽ ചെയ്യും ലെബനാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ. അന്ന് ഇസ്രായേൽ ഇറങ്ങി അടിച്ച സമയത്ത് ഇതേപോലെ UN ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര കൂട്ടായ്മയൊക്കെ കൂടി പെട്ടെന്ന് തന്നെ അവിടെ യുദ്ധം അവസാനിപ്പിച്ചു. 34 ദിവസത്തെ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ അവിടെ നിന്ന് IDF ട്രൂപ്പിനെ പിൻവലിച്ചു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്നിട്ട് ഇതിലൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയെ ഒരു രാജ്യത്തിൻ്റെ സൊവറൻ ആർമി IDF അതാണ് അറ്റാക്ക് ചെയ്തത്. ഇവിടെ IDFനെ ആരും സപ്പോർട്ട് ചെയ്തില്ല. ഇവിടെ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയാണ് അന്ന് UN ഫ്രാൻസും സപ്പോർട്ട് ചെയ്തത്. അവർക്ക് വേണ്ടി വക്കാലത്ത് വാങ്ങിച്ചുകൊണ്ട് ലെബനാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ ഒരു പേരും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇവർ ആ യുദ്ധം അവിടെ അവസാനിപ്പിച്ചു. അന്ന് അവസാനിപ്പിച്ച യുദ്ധം അത് അവിടെ അവസാനിച്ചോ? ഇന്നും ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇസ്രായേൽ തുടർച്ചയായിട്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഹെസ്ബുള്ള എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ഇതേ തീവ്രവാദ സംഘടനയെ ലെബനാന്റെ ഉള്ളിൽ വാഴിക്കുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സംഘടനകളും ഇതേപോലെ സ്വാർത്ഥ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുമാണ്. ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൊവറൈൻ ആർമിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഹെസ്ബുള്ള എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയെ തീറ്റിപ്പോറ്റി വളർത്തിയ ആൾക്കാരാണ് ഈ UN ഈ ഫ്രാൻസും ഒക്കെ. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ ആര് പറഞ്ഞിട്ടും കേൾക്കാതെ നീയൊക്കെ അവിടെ മാറി നിൽക്ക്, ഞാൻ ഹെസ്ബുള്ളക്കെതിരെ അങ്ങ് അടിച്ച് തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് IDF കയറി അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 2006 34 ദിവസത്തിൽ ഇസ്രായേലിനെ അവിടെ നിന്ന് പുറത്തോട്ട് പോകാൻ പറഞ്ഞിട്ട് ഈ 20 വർഷ കാലയളവിൽ 20 years ഹെസ്ബുള്ള അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുകയായിരുന്നു ചെയ്തത് ലെബനന്റെ ഉള്ളിൽ. അവർക്ക് ജനപിന്തുണ പിടിച്ചു പറ്റാൻ സാധിച്ചു, അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിച്ചു, അവർക്ക് ലെബനന്റെ പാർലമെന്റിൽ വരെ കയറി പറ്റാൻ സാധിച്ചു. ഇന്ന് ലെബനാന്റെ സർക്കാർ വിചാരിച്ചാൽ പോലും ഹെസ്ബുള്ള എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയെ അവിടെ നിന്ന് പുറത്താക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതല്ലേ യാഥാർത്ഥ്യം? ഇതാണ് വസ്തുത. ഇനിയിപ്പോ അമേരിക്ക ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറാന്റെ ഉള്ളിൽ ഇറക്കുന്നെന്ന് വെച്ചോ, ഒരു 3 വർഷം, ഒരു 3 to 4 years അവിടെ യുദ്ധം ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിക്കുന്ന പോലെ 4 ആഴ്ച 3 ആഴ്ച ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അമേരിക്ക പറയുന്ന 3 ആഴ്ച കണക്കൊന്നും ആരും മുകളിലേക്ക് എടുക്കണ്ട. ഇതൊരു മിനിമം ഒരു 3 മുതൽ 4 വർഷമെങ്കിലും എടുക്കും IRGCയെ ഒരു മൂലയിലേക്ക് ഒതുക്കാൻ. അതുവരെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് മീൻസ് ട്രംപിന്റെ എൻറ്റയർ പീരീഡ്, ബാക്കിയുള്ള പീരീഡ് മൊത്തം യുദ്ധം ചെയ്യേണ്ടി വരും. അടുത്ത പ്രസിഡന്റ് വന്നാൽ പോലും ഈ യുദ്ധത്തിന്റെ ബാക്കി പുള്ളിക്കാരൻ തുടരേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എനിവേ അമേരിക്ക മെറൈൻ ഫോഴ്സിനെ ഇറക്കാൻ റെഡി ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയ വിവരം. അവർ തീർച്ചയായിട്ടും ഈ ഐലൻഡുകളിൽ ഏതെങ്കിലും ഒരു ഐലൻഡിൽ അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിനോട് ചോദ്യം ചോദിച്ച സമയത്തും പലപ്പോഴും ട്രംപ് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കൊടുക്കാൻ മടിക്കുകയാണ്. ഒരു പ്രസിഡന്റ് ഉത്തരം പറയാൻ മടിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ചോദ്യങ്ങളുടെ പിന്നാമ്പുറം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ചില കാര്യങ്ങൾ രഹസ്യമാണ്, അതങ്ങനെ വെളിപ്പെടുത്താൻ സാധിക്കുന്ന വിഷയങ്ങളല്ല. അപ്പോൾ അതായത് നെക്സ്റ്റ് ഒരു പ്രഷർ സ്ട്രാറ്റജി അവിടെ റൈസ് ആകുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് IRGCയുടെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രഷർ ടാക്ടിക്സ് ആണോ എന്നും കൂടി നമുക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് ഒരു പ്രഷർ ടാക്ടിക്സ്, ഫോഴ്സിനെ അവിടെ ഇറക്കി വെച്ചിട്ട്, അതായത് നിങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കും. അപ്പോൾ IRGC എന്ത് ചെയ്യും? ഓക്കെ, എന്നാൽ പിന്നെ നമ്മൾ ഓൾറെഡി റെജീം വീക്ക് ആയിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കാം. ഒരു വീക്കൻ റെജീം, അതായത് മിലിറ്ററി കേപ്പബിലിറ്റിയൊക്കെ നശിച്ച് ഒരു രീതിയിലും കപ്പാസിറ്റി ഇല്ലാത്ത, ഒരു അറ്റാക്കിംഗ് പവർ ഒന്നും ഇല്ലാത്ത, ഒരു ഡിഫൻസ് കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഡെഡ് IRGCയെ വേണമെങ്കിൽ അവിടെ ഭരണത്തിൽ ഇരുത്താം. അമേരിക്ക പറയുന്നതൊക്കെ കേട്ടിട്ട് ഇപ്പൊ വെനിസുലയിൽ ഡെൽസി റോഡ്രിഗസ് ഭരിക്കുന്നില്ലേ? അതായത് നിക്കോളാസ് മദുറോവിന്റെ അതേ സെയിം പാർട്ടി തന്നെയാണ് അവിടെ റൂൾ ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ട രീതിയിൽ ഒരാളെ അവിടെ, അമേരിക്കയ്ക്ക് വേണ്ട രീതിയിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇണങ്ങി അവർ ഭരിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണല്ലോ വെനിസുലയുടെ എണ്ണക്കച്ചവടം മൊത്തം അമേരിക്കയ്ക്ക് കിട്ടുന്നത്. നിക്കോളാസ് മദുറോ വരുന്നപ്പോൾ സംഭവിച്ചില്ല. അപ്പൊ അതേപോലെ സെയിം റെജീം ആയാലും കുഴപ്പമില്ല, അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്നാൽ മതി എങ്കിൽ അവിടെ ഈ IRGCക്ക് ഒരു ഡെഡ് IRGC റെജീമായിട്ട് തുടരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രൗണ്ട് ഫോഴ്സ് ഇറങ്ങും. ഒരു 3 മുതൽ 4 വർഷം യുദ്ധം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അവിടെ നഷ്ടങ്ങൾ ഒരുപാട് അമേരിക്കയ്ക്ക് സംഭവിക്കും, അതൊരു യാഥാർത്ഥ്യമാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വരുന്ന മിസൈലുകൾ, ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകൾ, ഇതിലൊക്കെ ഗണ്യമായ രീതിയിൽ കുറവുണ്ടാവും. വല്ലപ്പോഴും കൂടി 1-2 വന്നാലായി. തീർച്ചയായിട്ടും ഈ ഹൂത്തികൾ, ഹെസ്ബുള്ള ഇവരൊക്കെ തന്നെയായിരിക്കും പിന്നീട് ഈ മിസൈലുകളും കാര്യങ്ങളൊക്കെ ഇസ്രായേലിലേക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കൊക്കെ അയക്കാൻ സാധ്യതയുള്ള പ്രോക്സിസ്. ആ പ്രോക്സികളും തകരും. കാരണം ഇവർക്ക് ഫണ്ട് വരാതാകുമ്പോഴത്തേക്കും ഈ പ്രോക്സികളും ഒരുവിധം അടങ്ങി ഒതുങ്ങി മൂലയിലിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഈ പ്രോക്സികൾ മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ആയി പോകാനുള്ള സാഹചര്യവും കൂടി രൂപപ്പെടും. പക്ഷേ ഒരു 4-5 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് ഈ യുദ്ധം അമേരിക്ക നടത്താൻ തയ്യാറാവണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇറങ്ങരുത് യുദ്ധത്തിന്. അതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വളരെ ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.